വടകരയിലെ ബോംബിന്റെ ക്ഷീണം CPM-ന് തീർന്നിട്ടില്ല. പാനൂരിൽ കൈവിട്ട കളി. CPM-നും ഡിവൈഎഫ്ഐക്കും ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അടുത്ത കുരുക്ക്. ആറ്റിങ്ങലിലും CPM മറുപടി പറയേണ്ടി വരുമോ? വി മുരളീധരന്റെ വാഹന പര്യടനത്തിന് നേരെ ആക്രമണം. 3 അംഗ സംഘം എത്തിയത് ബൈക്കിൽ. സംഭവത്തെ തുടർന്ന് അരമണിക്കൂറോളം പര്യടനം വി മുരളീധരൻ നിർത്തിവെച്ചു. പള്ളിക്കൽ പോലീസ് എത്തിയ ശേഷമാണ് പര്യടനം തുടർന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പര്യടനത്തിന് നേരെ ആക്രമണം. ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് പര്യടന വാഹന വ്യൂഹത്തിൽ കടന്നുകയറി ആക്രമണം നടത്തിയത്. സംഭവത്തെ തുടർന്ന് അരമണിക്കൂറോളം പര്യടനം വി മുരളീധരൻ നിർത്തിവെച്ചു. പള്ളിക്കൽ പോലീസ് എത്തിയ ശേഷമാണ് പര്യടനം തുടർന്നത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് CPM മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകനാണ് എന്നാണ് BJP വ്യക്തമാക്കിയത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ CPM-ന് ആരോപണത്തിന് മറുപടി പറയേണ്ടി വരും. CPM ആണെങ്കിലും അല്ലെങ്കിലും മറുപടി പറയേണ്ടി വരും. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പകൽക്കുറി കൊട്ടിയമുക്കിലാണ് സംഭവം. വൈകുന്നേരം 7:15 മണിയോടെ ബൈക്കിലെത്തിയ 3 അംഗ സംഘം പര്യടനത്തിലെ വാഹന വ്യൂഹത്തിൽ കടന്നുകയറി അനുഗമിച്ചിരുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന ബൈക്ക് യാത്രികരെയും വി മുരളീധരനെയും അസഭ്യം പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം. സംഭവം നടന്നതിനെ തുടർന്ന് വി മുരളീധരന്റെ പര്യടനം നിർത്തിവെക്കേണ്ടി വന്നു. കേന്ദ്രമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസിൽ വിവരം അറിയിച്ചു. കല്ലറക്കോണം ജംഗ്ഷനിലും അക്രമ സംഘം സംഘർഷത്തിന് ശ്രമം നടത്തി. CPM കൊടിവീശിയാണ് കല്ലറക്കോണത്ത് സംഘർഷത്തിന് ശ്രമം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി BJP അറിയിച്ചു. സംഭവത്തിന് പിന്നിലുള്ളവർ പരാജയഭീതിയിൽ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നും BJP പ്രവർത്തകർ പൂർണ്ണമായും സമാധാനം പാലിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. NDA ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരന്റെ വാഹന ജാഥയ്ക്ക് നേരെ നടന്ന CPM അക്രമം പ്രതിഷേധാർഹമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പറഞ്ഞു. പരാജയ ഭീതി പൂണ്ട CPM അക്രമം അഴിച്ചുവിടുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പള്ളിക്കൽ കുത്തിക്കാട് വെച്ച് നടന്ന അതിക്രമം കാരണം വാഹന പര്യടനം നിർത്തിവെക്കേണ്ടി വന്നു. പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നിർഭയമായും സുഗമമായും പ്രചാരണം നടത്താനുള്ള അവസരം ഒരുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ കരുത്താണെന്ന് ആരും മറക്കരുതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പകൽക്കുറി കൊട്ടിയമുക്കിൽ വെച്ചാണ് വി മുരളീധരന്റെ പ്രചാരണ വാഹനത്തിനടുത്തെത്തിയ ഏതാനും ബൈക്ക് യാത്രികർ അസഭ്യ വർഷം ചൊരിഞ്ഞ് പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നവർ സംയമനം പാലിച്ചതിനാൽ സംഘർഷം ഒഴിവായി. തുടർന്ന് പോലീസ് അകമ്പടിയിലാണ് പ്രചാരണം പിന്നീട് തുടർന്നത്.